സോ ലാസ്റ്റ് ക്ലാസ്സിൽ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് വാസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് അല്ലേ. ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിലോട്ട് അല്ലേ. ടോട്ടലി ശരിക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ 6th മോഡ്യൂളിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ മാനുഫാക്ചറിങ്. അത് തന്നെ ഡെപ്തിലില്ല, വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റഡി some basics of digital manufacturing actually. Okay, so നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്നുള്ളത് അല്ലേ. വാട്ട് ഈസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിലോട്ട് ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ വിഭാഗം അല്ലെ, ഡിജിറ്റലൈസേഷൻ ആയതെങ്ങനെ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ. റൈറ്റ്? അതെ. അപ്പം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇനിയും ഇപ്പം ഗ്രാജുവലി ബിക്കമിങ് ഇൻഫർമേഷൻ ഡ്രീവൺ ആൻഡ് ഡിജിറ്റലൈസേഷൻ. ഓക്കെ, അപ്പം ഡിജിറ്റലൈസേഷൻ ആയി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡ്രീവൺ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എൻ്റയർ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓഫ് എ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ അല്ലേ. അതായത് ഓരോ ദിവസം കഴിയുന്നോറും ഈസ് ഇൻക്രീസിങ് അല്ലേ. അതായത് അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നു, അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നു. സോ കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസസ്, റൈറ്റ്? സോ ഡെയിലി അതിനനുസരിച്ചിട്ടുള്ള ഹൈലി കോംപ്ലക്സ് പ്രോഡക്റ്റ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും അല്ലേ. ഒരു കമ്പനിക്ക് വേണ്ടുന്ന എസെൻഷ്യൽസ് അന്നന്ന് കൂടി വരുന്നതനുസരിച്ചിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. റൈറ്റ്? So manufacturing is evolving, right? So digital manufacturing എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, is a manufacturing process അല്ലേ, in which it is based on a customer demand അല്ലേ. customer demand അനുസരിച്ചിട്ടാണ് with the support of this technology, computer networks, rapid prototyping and database, right? ഇതൊക്കെ വെച്ച് the 3D visualization techniques വെച്ച് അങ്ങനെ വേരിയസ് കൊളാബറേഷൻസ് ടൂൾസ് വെച്ചിട്ട് അല്ലെ ഒരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് അത് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഇവോൾവ് ഫ്രം മാനുഫാക്ചറിങ് ലൈക്ക് CIM, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ്, ലീൻ മാനുഫാക്ചറിങ്, ഇങ്ങനെ പല മാനുഫാക്ചറിങ്ങിൻ്റെ അല്ലെ ഒരു ഭാഗമായിട്ടാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വരുന്നത്. സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഈസ് ആക്ച്വലി a technology based manufacturing approach. Okay, DM is a technology based manufacturing approach that focuses on simulation and simultaneous definition of a product and production process to optimize transition from a virtual to physical world. So this is the definition of DM, digital manufacturing. You should ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ വാട്ട് ഇസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ് ആൻഡ് ദിസ് ആസ് വെൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്ക് വീഴാനുള്ള ചാൻസസ് വെറും ഇത് മാത്രം എഴുതണ്ട, ഇതും കൂടി എഴുതണം. റൈറ്റ്? ഓക്കെ, എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്നുള്ളത്. സോ ഇറ്റ് ഇൻക്രീസസ് ഓക്കെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഹൈ മാർക്സ്. ഓക്കെ, ഫുൾ മാർക്സ് കിട്ടാനുള്ള ചാൻസസ് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ കേൾക്കുന്നില്ലേ? ഓക്കെ, സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ് അല്ലെ. ടെക്നോളജി ബേസ്ഡ് മാനുഫാക്ചറിങ് അപ്രോച്ചാണ്. പല ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് വി ആർ മാനുഫാക്ചറിങ് അല്ലെ, ഒരു അപ്രോച്ച്, എ ന്യൂ അപ്രോച്ച് ടു മാനുഫാക്ചറിങ് that focuses on simulation and simultaneous definition of a product and production process to optimize transition from a virtual world to physical world. അതായത് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്ത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് സിമുലേറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കംപ്ലീറ്റ് ഡെഫിനിഷൻസ് കൊടുത്ത് അത് വിർച്വൽ വേൾഡ് നമുക്ക് കണ്ടുകൊണ്ട് we will produce this particular product. Okay, we'll make it and we will enter it to physical world. Okay, അതിൻ്റെ ഒരു ഫിസിക്കൽ വേൾഡിലോട്ടുള്ള എൻട്രൻസ് കൊടുക്കുന്നു. സോ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിക്കൽ ബേസ്ഡ്
മാനുഫാക്ചറിങ് അപ്രോച്ചിനെയാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ DM ഗൈഡ്സ് ദ മാനുഫാക്ചേഴ്സ് അറ്റ് ക്രിട്ടിക്കൽ ഡിസിഷൻ പോയിന്റ് to avoid costly errors, to and to be able to respond to the customer and market demands in a more agile manner. അതായത് നമ്മളെ മാനുഫാക്ചേഴ്സിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ ഡിസിഷൻ പോയിന്റ്സിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലെ, അക്കോർഡിംഗ് ടു ദ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ പ്രൊഡക്റ്റിനെ നമ്മൾ റീഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ ഡിമാൻഡിനനുസരിച്ച് റീഡിസൈൻ സമയത്ത് യു വിൽ ഫേസ് മെനി പ്രോബ്ലംസ് അല്ലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ റീഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആവുന്നു. സോ ദാറ്റ് ക്രിട്ടിക്കൽ ഡിസിഷൻ പോയിന്റ്സിൽ മാനുഫാക്ചേഴ്സിനെ ഗൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ആണ്. അതായത് നമുക്ക് ഫിസിക്കൽ വേൾഡിൽ എന്താണോ, എങ്ങനെയാണോ ഉണ്ടാവുക, അതിന്റെ വിർച്വൽ റിയാലിറ്റി നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഡിജിറ്റൽ മാനുഫാക്ചറിങ് മീൻസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിലൂടെ. ഓക്കെ, സോ we will be able to respond to the customer and market demands, okay, in a more good manner, or കറക്റ്റ് ആയിട്ട് പ്രോപ്പർ വേയിൽ നമുക്ക് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് കസ്റ്റമർ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഗൈഡ്സ് ദീസ് മാനുഫാക്ചേഴ്സ് അറ്റ് ക്രിട്ടിക്കൽ ഡിസിഷൻ പോയിന്റ്സ്, ഓക്കെ, ആൻഡ് will be able to respond to the customer and market demands. So ഇതാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ടെക്നോളജിയുടെ ആക്ച്വൽ ഡെഫിനിഷൻസ്. ഓക്കെ, DM is a manufacturing process, and ഈ ഒരു രണ്ട് പോയിന്റ്സ്, ഓക്കെ, ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഈ രണ്ട് പോയിന്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ ഡെഫിനിഷൻസ്. ഓക്കെ, സോ ഡെഫിനിഷൻസ് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം. ഇതിൽ നിങ്ങളുടേതായ ഒരു ചേഞ്ചസ് വരുത്തണ്ട, ഡെഫിനിഷൻസ് മാത്രം. ഓക്കെ, definition. DM is a technology-based manufacturing approach that focuses on simulation and simultaneous definition of a product and a production process to optimize transition from a virtual world to physical world. എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിലൊരു ചേഞ്ച് വരുത്തരുത്. ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഇതുപോലെ ഉണ്ടാവണം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ കോൺസെപ്റ്റ് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നലെ പറഞ്ഞു എന്താണ് ഈ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ആരൊരാൾ പറഞ്ഞില്ല, CNC എന്നാണ് ഓർമ്മ വരുന്നത്, റൈറ്റ്? അപ്പം ഒരു NC എക്യുപ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ CNC എക്യുപ്മെന്റിൽ നിന്നാണ് ഇതിന്റെ ടെക്നോളജി ജനറേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത്. സോ ദിസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് കോൺസെപ്റ്റ് ഈസ് ജനറേറ്റഡ് ഫ്രോം ദ ടെക്നോളജീസ്. ഓക്കെ, ന്യൂമറിക്കൽ കൺട്രോൾ ടെക്നോളജിയിൽ നിന്നാണ് ശരിക്കും ഒരു പെർട്ടിക്കുലർ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ കോൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് പല ന്യൂമറിക്കൽ കമാൻഡ്സ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു പ്രോസസ്സിനെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോളിനെ പറ്റിയിട്ട്, CNCനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, CNCയിൽ നമ്മൾ കുറെ കമാൻഡ്സ് കൊടുക്കും, അത് ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് മാറുന്നു. ഓക്കെ, സോ ഇതിൽ നിന്നുള്ള അഡ്വാൻസ്മെന്റ് ആണ് ശരിക്കും. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു വിചാരിക്കുക, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്കൊരു മെറ്റൽ റിമൂവിങ് പ്രോസസ് ഒരു CNCയിൽ ചെയ്യുന്നു വിചാരിക്കുക. We can realize the coordinates well. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്ത് പ്രോസസ്സ് ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് റിയലായിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് we can process this particular product. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയാസ് 4 തരത്തിലുണ്ട് എന്നാണ് പറയപ്പെടുക. ഓക്കെ, കൺട്രോൾ സെന്റേർഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഉണ്ട്, ഡിസൈൻ സെന്റേർഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഉണ്ട്,
മാനുഫാക്ചറിങ് സെന്റേർഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഉണ്ട്, മാനേജ്മെന്റ് സെന്റേർഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ്. ദ കൺസെപ്ഷൻ ഓഫ് digital manufacturing, DM എന്നാണ് എഴുതിയിട്ടുള്ളത്. ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഒറിജിനേറ്റഡ് ഫ്രം ദ ടെക്നോളജീസ് ഓഫ് NC or CNC. ഓക്കെ, concept of DM is the result of merging. Concept of DM is the result of merging process of digital technology, information technology, manufacturing technology, and also unavoidable results of digitizing process in manufacturing enterprise, manufacturing system and production system. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്. അതായത് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജി, മാനുഫാക്ചറിങ് ടെക്നോളജി, ഇതൊക്കെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം വളരെ ഇതിപ്പോൾ പ്രോപ്പറായിട്ടുള്ള എക്സാമ്പിളാന്ന് പറയാൻ പറ്റില്ല, ബട്ട് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ, അതായത് നമ്മുടെ മനസ്സിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, വി ഹാവ് എ ബ്ലാങ്ക് ഓൾസോ. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ ഒരു വർക്ക് പീസ്. ഓക്കെ, വി ഹാവ് എ പ്രൊഡക്റ്റ്. വളരെ ചെറിയ കാര്യമാണ് പറയുന്നത്, വലിയൊരു പ്രൊഡക്റ്റിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, വളരെ ചെറിയൊരു കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് വലുതാക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വേണേൽ വലുതാക്കാം. ഓക്കെ, സോ ഒരു പ്രൊഡക്റ്റിന്റെ വർക്ക് പീസസ് കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. യു ഹാവ് എ വർക്ക് പീസ്, അതായത് ഒരു മനസ്സിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ പാകത്തിനുള്ള കുറെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചാൽ ഓക്കെ, അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഈ മെറ്റീരിയൽസ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ, നമ്മുടെ കയ്യിലുള്ള മോഡലിനെ പറ്റി നല്ലൊരു ധാരണ വേണം അല്ലേ. അപ്പം ഇതിൽ എങ്ങനെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമെന്നറിയണം, എങ്ങനെ ഇത് നമുക്ക് പ്രോസസ്സുകൾ ചെയ്യുമെന്നറിയണം. പ്രോസസ്സ് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ഫ്ലോ ഉണ്ടാവണം, മാനേജ്മെന്റ് ടൈപ്പ് ഈ ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ടാവണം, ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാവണം അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ വേണം. സോ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അത് കൂടാണ്ട് ഇതിൻ്റെ ഡിജിറ്റൈസിങ് സൈഡ് വേണം അല്ലെ, മാനുഫാക്ചറിങ് എന്റർപ്രൈസ് സൈഡ്സ് വേണം. അതായത് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡിമാൻഡ് എത്രയുണ്ട്, ഡിമാൻഡിനനുസരിച്ചിട്ട് ഫോർകാസ്റ്റിംഗ് വേണം, ഫോർകാസ്റ്റിങ്ങിനനുസരിച്ചിട്ട് വേണം നമ്മളിത് കറക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ. സോ ദർ ആർ മെനി തിങ്സ് ടു ഡു, റൈറ്റ്. അതൊരു സിസ്റ്റത്തിൽ ഒരു ഫുൾ മാനുഫാക്ചറിങ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എവിടെയും ലാഗ് വരാത്ത രീതിയിൽ വേണം നമ്മൾ മെർജ് ചെയ്യാൻ, റൈറ്റ്. സോ ഇതൊക്കെ മെർജ് ചെയ്ത് കൊണ്ടുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് DM ശരിക്കും പറയുന്നത്. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ഓഫ് DM ഈസ് ദ റിസൾട്ട് ഓഫ് ദീസ് ഡിഫറെന്റ് ടെക്നോളജീസ്. ഓക്കെ, മനസ്സിലായ? ഇപ്പോൾ നമുക്കൊരു കാറ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആലോചിക്കുക. കാറ് എഞ്ചിന് വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ, എഞ്ചിൻ ചെയ്യുന്നു, ബോഡീൻ്റെ പാർട്സ് വേറെ ചെയ്യുന്നു, ദെൻ വി വിൽ അസംബിൾ ഇറ്റ്, റൈറ്റ്. അപ്പം ഇതൊക്കെ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്തെത്തണം, കൃത്യമായിട്ട് ടെക്നോളജീസിൽ വർക്കിംഗ് നടക്കണം, റൈറ്റ്. ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാവണം, മെറ്റീരിയൽ ഫ്ലോ ഉണ്ടാവണം, ക്യാഷ് ഫ്ലോ ഉണ്ടാവണം, റൈറ്റ്. സോ ഇതൊക്കെ മാനേജ് ചെയ്യണം. ഇത് ഇൻ ഫാക്ടറി അല്ലാണ്ട് ഔട്ട് ഫാക്ടറി മാനേജ്മെന്റും ഉണ്ടാവണം അല്ലെ. ഈ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം, ഇൻവെന്ററി കൺട്രോൾ ഉണ്ടാവണം, റൈറ്റ്. ഒരു പർട്ടിക്കുലർ ഇപ്പം എഞ്ചിൻ്റെ കേസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കണം. സോ ഒരു ഇൻഡസ്ട്രീനെ പറ്റി ആലോചിക്കുമ്പോൾ ദിസ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ ആൻഡ് ബിഗർ, റൈറ്റ്. നമ്മളൊരു ലേറ്റിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന പോലെയല്ല, ഒരു ടോട്ടൽ പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ യു ക്യാൻ സീ ദ കോംപ്ലക്സ് സ്ട്രക്ചർ ബിഹൈൻഡ് ദിസ്, റൈറ്റ്. ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, കോൺസെപ്റ്റ് എങ്ങനെ വരുന്നു, എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, എങ്ങനെയാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്നാണ് പറയുന്നത്. സോ ഇത് കഥയായിട്ട് പറയുകയാണ്. ഞാൻ പറയുന്ന ഫോളോ അപ്പ് ചെയ്യുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? എന്താണ് DM എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? ഒരു ടെക്നോളജിയാണ്, ഒരു മാനുഫാക്ചറിങ് ടെക്നോളജിയാണ്, കുറേ എന്തൊക്കെയോ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അതായത് ഇത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഇപ്പോഴത്തെ മാനുഫാക്ചറിങ്ങിന്റെ ഹയർ ലെവൽ, നമുക്ക് എന്ത് മാനുഫാക്ചർ ചെയ്യാം ആ ഒരു രീതിയിൽ മാത്രം
ഒരു എന്താ പറയാ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ തള്ളല്ല. ഓക്കെ, ഡീറ്റെയിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാനുഫാക്ചറിങ് ടെക്നോളജി തന്നെയാണ്. സോ അതിന്റെ ബേസിക് സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു നോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ടെക്നോളജീസ് എന്തൊക്കെ മെർജ് ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എഴുതണം. ലൈക്ക് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, മാനുഫാക്ചറിങ് ടെക്നോളജി. അപ്പൊ ഞാൻ ഈ മാനുഫാക്ചറിങ് ടെക്നോളജിനെ പറ്റി മാത്രമാണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും സംസാരിച്ചത് മൊത്തം മാനുഫാക്ചറിങ് ടെക്നോളജിനെ പറ്റി മാത്രമാണ്. ദെൻ കംസ് ദിസ് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി. അതൊരു വേറെ സൈഡാണ് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി. ദെൻ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വിഭാഗമാണ്. ഡിജിറ്റൈസിങ് ദിസ് പ്രോസസ് ആണ്. സോ അൺഅവോയ്ഡബിൾ റിസൾട്ട് ഓഫ് ഡിജിറ്റൈസിങ് പ്രോസസ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അതായത് മാനുഫാക്ചറിങ് എന്റർപ്രൈസസിലെ ഡിഫറൻസസ് അല്ലേ? റൈറ്റ്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്, നമ്മൾ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ കോൺസെപ്റ്റ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ മാനുഫാക്ചറിങ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വാട്ട് യു മീൻ ബൈ മാനുഫാക്ചറിങ് ടെക്നോളജി ഇസ് ഡിഫറെന്റ്, മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ഇസ് ഡിഫറെന്റ്, റൈറ്റ്? മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന പ്രോസസ് ഉപയോഗിച്ച് ചെയ്യുന്നു, അത് ഇന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നു, അല്ലെ? ഡിഫറെന്റ് ടെക്നോളജീസ് ആർ ദെയർ ഓൾറെഡി. ഇന്ന മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ മാനുഫാക്ചറിങ് ടെക്നോളജി. മാനുഫാക്ചറിങ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എ ബിസിനസ് എൻറ്റിറ്റി ആയി മാറി. ഓക്കെ, ഹോൾസെയിലർ, റീറ്റെയിലർ, അങ്ങനെ കൺസ്യൂമർ, എൻഡ് കൺസ്യൂമറിൽ നമ്മൾ എങ്ങനെ ഈ സാധനം ഗുഡ് എത്തിക്കുന്നു, അതിന്റെ ഡിജിറ്റൈസേഷൻ. അതിനും ഒരു ഡിജിറ്റൈസേഷൻ വേണം, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് റിവേഴ്സ് ലോജിസ്റ്റിക്സ് വരെ കറക്റ്റ് ആയിട്ട് നടക്കുന്ന കാലങ്ങളാണ്. ഇപ്പൊ നല്ല കുറെ കാലങ്ങളായിട്ട് റിവേഴ്സ് ലോജിസ്റ്റിക്സ് ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, റൈറ്റ്. അപ്പം ഇപ്പോ ഒരു കാര്യം സിമ്പിളായിട്ട് വീണ്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ എടുത്തു വയ്ക്കും. ആമസോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമറാണ്. നമുക്കൊരു സാധനം വാങ്ങണം, റൈറ്റ്? ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങണം. വി ആർ ബൈയിങ് ഇറ്റ്, അല്ലെ? നമ്മുടെ ഫീച്ചേഴ്സ് നോക്കി, സ്പെസിഫിക്കേഷൻ നോക്കി, കസ്റ്റമർ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ ഒരു ഇയർഫോൺ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഒരു ഇയർഫോൺ സെലക്ട് ചെയ്യുന്നു, ഇറ്റ് വിൽ ബി ഡിഫറെന്റ്, റൈറ്റ്? അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ ഡിമാൻഡ്. അപ്പോൾ ഞാൻ സോണിയുടെ വാങ്ങി, നിങ്ങൾ JBLന്റെ വാങ്ങി, റൈറ്റ്? ഡിഫറൻസ് ഈസ് ദെയർ, റൈറ്റ്? അപ്പം നമുക്ക് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു. നമ്മൾ കസ്റ്റമറിന് ഇന്ന സമയം വേണമെന്ന് പറയുമ്പോൾ വാട്ട് യു ഗൈസ് ഇസ് തിങ്കിങ് അബൌട്ട് ദിസ് ഹോൾ പ്രോസസ്? അതായത് കസ്റ്റമർ പറയുന്നത് തൊട്ട് കസ്റ്റമറിൽ എത്തുന്നത് വരെ ആ ഒരു ഫുൾ ചെയിന്, അതിനെ നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ടോട്ടൽ ചെയിനെ കസ്റ്റമർ തിങ്ക് ചെയ്യുന്ന മുതൽ കസ്റ്റമർ ഒരു സാധനം വാങ്ങണം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ്, കസ്റ്റമർ ഡിമാൻഡ് തൊട്ട് ആ കസ്റ്റമറിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റ് എത്തുന്നത് വരെ, മാനുഫാക്ചറിങ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓക്കെ അതൊരു എത്തുന്നത് വരെയുള്ള ആ ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ രീതിയിലാണ് പറയുക. ഓക്കെ, സോ അതും ഇത് തമ്മിൽ ബന്ധം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ നമ്മൾ എന്തോ ആയിക്കോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളിലോട്ട് ചിന്തിച്ചാലേ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ ഇത് ആമസോൺ പറഞ്ഞത്, നമ്മളൊരു വലിയൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് വിചാരിക്കുക. പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ചെയ്തതായിരിക്കും, റൈറ്റ്? ഇപ്പൊ നമ്മളൊരു ഡ്രില്ലർ വാങ്ങുന്നു, ഓക്കെ, ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങുന്നു. സോ ദിസ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ചെയ്തതാണ്. സോ ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കിയ ഒരു ടെക്നോളജി ഉണ്ടാവും, ഇറ്റ് ഈസ് ദെയർ, മാനുഫാക്ചറിങ് ടെക്നോളജി ഈസ് ദെയർ, അല്ലെ? ആ ടെക്നോളജി നമ്മളിത് വാങ്ങുന്നത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ടെക്നോളജി, അത് ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സുകൾ. ഇത് മാനുഫാക്ചറിങ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ആമസോൺ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുത്തു, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ബിസിനസ് എന്നുള്ള രീതിയിൽ, എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ഈ പ്രൊഡക്റ്റ് ടു
എൻഡ് കസ്റ്റമർ ഫ്ലോനെ പറ്റിയിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. സോ ദിസ് ഹോൾ തിങ്, ഇത്രയും പ്രോസസ്സുകൾ മൊത്തം മെർജ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഓഫ് DM. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ മേർജ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇറ്റ്സ് ദ റിസൾട്ട് ഓഫ് ദീസ് merging of this much technologies. Okay, ഇപ്പൊ ഈ നടക്കുന്ന സെഞ്ചുറീസിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഹൈലി പ്രോമിസിങ് സെറ്റ് ഓഫ് ടെക്നോളജി എന്നാണ് ശരിക്കും പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യുക, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക, റൈറ്റ്? ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം റെഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ടൈം റെഡ്യൂസ് ചെയ്യുക, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, റെസ്പോൺസീവ്നെസ് ഇൻക്രീസ് ചെയ്യുക, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യുക, അതായത് മാർക്കറ്റിലോട്ട് ഫാസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് എത്തിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഈ സെറ്റ് ഓഫ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മൾ ഹയർ ഭയങ്കര ഹൈലി പ്രോമിസിങ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിജിറ്റൽ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ഡിജിറ്റൽ ഡെഫിനിഷൻ, ആ ഒരു ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ഒരു മോഡൽ, ഒരു പ്രൊഡക്റ്റിന്റെ മോഡൽ, ഡിജിറ്റൽ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന്റെ എൻ്റയർ പ്രോസസ്സ് ഡിജിറ്റലി ഡിഫൈൻ ചെയ്യുക. ഓക്കെ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. ഓക്കെ, ഇതാണ് കുറച്ചും കൂടി ഈസിയസ്റ്റ് വേർഷൻ ഞാനിപ്പോൾ പറഞ്ഞത്. So basis of DM is like it is establishing a digital model of a product, okay, and giving what we can say like giving this digital definition for the entire product life cycle. Okay, process in the entire process of the product life cycle completely digital definition കൊടുക്കുക, giving this digital definition of the entire process of the product life cycle. Okay, അത് കമ്പ്യൂട്ടർ in a way that computer can understand നല്ല രീതിയിൽ. Okay, hope you understand the thing. Okay, അല്ലേ? മനസ്സിലായില്ലേ എന്നുള്ളത്? അപ്പം നമ്മളിപ്പം പറഞ്ഞത് ഡെഫിനേഷൻ ആണ് അല്ലേ? Manufacturing devices, for example, control variables are digital signals, right? Control variables എന്ന് പറയുന്നത് digital signals ആണ് in a manufacturing device. So in manufacturing enterprise, all sorts of information, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഗ്രാഫിക്, ഡാറ്റ, നോളജ്, ടെക്നോളജി അല്ല ടെക്നിക്ക് are in digital form, okay, transmitting in internal enterprise through digital networks. In global manufacturing enterprise, users publish the information through digital network, അല്ലേ? ലാർജ് ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, enterprises cooperatively produce the product quickly and agile. So in digital manufacturing environment, individuals, enterprises, shop floors, devices, sales agents, markets form the nodes in the network over the internet. Okay, so currently networked manufacturing is the implementation of globalization of DM. Virtual manufacturing is the entity of digital factory and digital products, and e-commerce are the dynamic federation of DM. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, ഈ വേർഡ്സ് ഒക്കെ. ദെൻ നത്തിങ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ വേർഡ്സ് ഉണ്ടാവില്ലേ,
ഈ വേർഡ്സിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. അത് ബൈ ഹാർട്ട് പഠിക്കുക എന്നല്ല ഞാൻ പറയണത്, മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഈ ഇത്രയും പോയിന്റ്സ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത്രയും പോയിന്റ്സ് ഞാനിപ്പോ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ ഒരു നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ എക്സാമ്പിൾസിനെ കുറച്ച് എന്താ പറയാ, ഒന്ന് പോളിഷ് ചെയ്ത് എഴുതിയതാണ് ഈ സംഭവം. ഓക്കെ, സോ ഇൻ എ മാനുഫാക്ചറിങ് ഡിവൈസ്, അല്ലെ, ഇൻ മാനുഫാക്ചറിങ് ഡിവൈസസിൽ ഫോർ എക്സാമ്പിൾ കൺട്രോൾ വേരിയബിൾസ് ആർ ഡിജിറ്റൽ സിഗ്നൽസ്, അല്ലെ, കൺട്രോൾ വേരിയബിൾസ് ആണ് ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ഓൾ സോർട്ട് ഓഫ് ഇൻഫർമേഷൻസ്, അല്ലെ, ഒരു എന്റർപ്രൈസ് ആണെങ്കിൽ, അതായത് ബിസിനസ് എന്റർപ്രൈസ് ആണെങ്കിൽ, മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആണെങ്കിൽ, അതിലെ എല്ലാ ഇൻഫർമേഷനും ഡിജിറ്റലാകുന്നു, ട്രാൻസ്മിറ്റിംഗ്, അല്ലെ, അതായത് ഇൻഫർമേഷൻ പാസിംഗ് എന്നുള്ള രീതിയിൽ വരുന്നു. ഗ്ലോബൽ മാനുഫാക്ചറിങ് എന്റർപ്രൈസിൽ ത്രൂ ഔട്ട് ഇൻഫർമേഷൻ ഡിജിറ്റൽ നെറ്റ്വർക്സിലൂടെ ഷെയർ ചെയ്യുന്നു, അല്ലെ. DM എൻവയോൺമെന്റിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്റർപ്രൈസ് ആയിക്കോട്ടെ, സാധാരണ ഷോപ്സ് ആയിക്കോട്ടെ, ഡിവൈസസ് ആയിക്കോട്ടെ, സെയിൽ ചെയ്യുന്ന ഏജൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഫോം ദ നോഡ്സ് ഇൻ ദ നെറ്റ്വർക്ക് ഓവർ ദ ഇന്റർനെറ്റ്, റൈറ്റ്. ഒരു നെറ്റ്വർക്കിൽ ഓവർ ദ ഇന്റർനെറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഓരോരോ നോഡ്സ് ആണ്. നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ നോഡ്സ്? നോഡ്സ് ഇൻ ദ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോഡ് എന്നൊക്കെ കേട്ടില്ലേ, ഒരു ബ്രാഞ്ച്, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്രാഞ്ച്, ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പോയിന്റ്. ഓക്കെ, സോ ഇതാണ് DM എന്ന് പറയുന്നത്. സോ ആക്ച്വലി ദിസ് DM, അതായത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്, നമ്മുടെ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അല്ലെ, CAD, MRP നെറ്റ്വർക്കിംഗ് എന്നെല്ലാം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, ഇതൊക്കെ എന്താ പറയാ, ഈ പ്രോസസ് ഇൻഫർമേഷൻ, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, റിസോഴ്സ് ഇൻഫർമേഷൻ, ഇതൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ മാനുഫാക്ചറിങ് എന്റർപ്രൈസ് all these kinds of informations are in the digital form, which is transmitted through the digital network. Okay, so DM എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനം, ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഐഡിയ, we have it in 4 different ways. Control centered DM ഉണ്ട്, ഡിസൈൻ സെന്റേർഡ് DM ഉണ്ട്, മാനുഫാക്ചറിങ് സെന്റേർഡ് DM ഉണ്ട്, മാനേജ്മെന്റ് സെന്റേർഡ് DM ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് DM. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാ പറയാം, ഡിജിറ്റൽ മാനുഫാക്ചറിങ് കോൺസെപ്റ്റ്. There are 4 types of, അല്ലെങ്കിൽ 4 different ideas of digital manufacturing. Okay, DM contains control centered DM, design centered DM, management centered DM and manufacturing centered DM. Okay, ഇനി illustrate digital manufacturing concept എന്ന് പറഞ്ഞ 7 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ്. You have to write digital manufacturing ന്റെ definition, digital manufacturing എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, then this figure, and we will explain this DM, different types of different ideas of DM. പേരിലുള്ളതുപോലെ തന്നെ കൺട്രോൾ സെന്റർ DM, മാനേജ്മെന്റ് സെന്റർ DM, മാനുഫാക്ചറിങ് സെന്റർ DM. അപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന കോർ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ആണ്, നടുവിൽ നമുക്ക് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ആണ്. സോ അത് വെച്ചിട്ട് we will define different ideas of DM. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. കൺട്രോൾ സെന്റർ DM എന്താണ്, ഡിസൈൻ സെന്റർ DM എന്താണ്, മാനേജ്മെന്റ് സെന്റർ DM എന്താണ്, മാനുഫാക്ചറിങ് സെന്റർ DM എന്താണ്. ഓക്കെ, സോ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേസിസ് ഓഫ് DM ഈസ് എന്താണ്, ഒരു ഡിജിറ്റൽ മോഡൽ, ഒരു പ്രൊഡക്റ്റിന്റെ ഡിജിറ്റൽ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക,
എന്നിട്ട് ഈ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ പ്രോസസ്സ് അല്ലെ, ഒരു പ്രൊഡക്റ്റിന് ലൈഫ് സൈക്കിൾ ഉണ്ടാവും അല്ലെ, ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ. നമ്മളിപ്പം പണ്ട് ഇതിൽ പഠിച്ചില്ലേ, ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു പരിപാടി പഠിച്ചില്ലേ, ഓർമ്മയില്ലേ? അതുപോലെ ഒരു പ്രൊഡക്റ്റിന് ലൈഫ് സൈക്കിൾ ഉണ്ടാവും അല്ലെ, ഓരോ പ്രൊഡക്റ്റിനും ലൈഫ് സൈക്കിൾസ് ഉണ്ടാവും. സോ ഇതെങ്ങനെ, അതായത് ഉണ്ടാവുന്നു നശിക്കുന്നു, റൈറ്റ്? ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ടാവും. സോ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ എൻറ്റയർ പ്രോസസ് എങ്ങനെ, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെ, അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ മോഡലിൽ എങ്ങനെ ഡീറ്റെയിൽസ് ചെയ്യും. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഡിജിറ്റൽ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ മോഡൽ ഉണ്ടാക്കുന്ന ടോട്ടൽ പ്രോസസ് നമ്മൾ ഡിജിറ്റലി ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഗിവിങ് ദ ഡിജിറ്റൽ ഡെഫിനിഷൻ ഓഫ് എൻറ്റയർ പ്രോസസ് എന്ന് പറയും. ഓക്കെ, അതാണ് ശരിക്കും DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, so this is DM has been considered as a highly promising set of technologies, okay, to reduce the production lead time, production development time, പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, ഫാസ്റ്റർ റെസ്പോൺസ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദ തിങ്സ്. വി വിൽ സ്റ്റഡി ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയാസ് like control center DM, design center DM, management center DM, and manufacturing center DM in our next class. Okay? Okay, sir. Hope you all understand. ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായിട്ടില്ലേ? ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇതൊരു തിയറി ആണ്, വേണമെങ്കിൽ വായിച്ച് പോവാം. പക്ഷെ അത് വേണ്ട, നിങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള നമ്മുടെ കൺമുന്നിൽ കാണുന്ന എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് എ പ്രോപ്പർ എക്സാമ്പിൾസ്, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് പറയുന്നത്. ഓക്കെ, ഞാൻ എന്താണ് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇല്ലേ, കിട്ടുന്നില്ലേ? സോ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലേ പറയാം. ഓക്കെ, നമുക്ക് അതനുസരിച്ചിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഇസ് കംപ്ലീറ്റ്ലി എ തിയറി 1. സോ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗിലോട്ട്. ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഓക്കെ സർ.